ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അച്യുതാവതാരം എന്ന ഒരു മലയാള സിനിമയുടെ കഥയാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ കുട്ടിയെയും അമ്മയെയും കാണിക്കുന്നു. അമ്മ ചോറ് കൊടുക്കുമ്പോൾ കുട്ടി അമ്മയെ ശ്രദ്ധിക്കാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ എപ്പോഴും ഗെയിം കളിക്കുന്നത് എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഫോൺ ഹാക്കായതുപോലെ ഒരുപാട് മെസ്സേജുകൾ വരുന്നു. പണം നഷ്ടപ്പെട്ടതായും കോളുകൾ വരുന്നതായും ഒക്കെ കാണുന്നു. ഇത് കണ്ട് പേടിച്ച അമ്മ ഫോൺ വാങ്ങിവെക്കുന്നു. ഇവിടെയാണ് സിനിമയുടെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നത്. അടുത്തതായി കാട്ടിൽ ഒരാളോട് മറ്റൊരാൾ വന്ന് മകൾ നാട്ടിലെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എത്തും എന്ന് അയാൾ മറുപടി പറയുന്നു. ഇതാരാണെന്ന് വ്യക്തമല്ല. അടുത്തതായി ഹീറോയിനെ കാണിക്കുന്നു. ഹീറോയിൻ ദൂരെ എവിടെയോ താമസിക്കുകയാണ്. അവർ പ്രാർത്ഥിച്ച് കേരളത്തിലെ ഒരു നൃത്തരൂപം വളരെ ഭക്തിയോടെ ആടുന്നു. ഈ സമയത്ത് ഹീറോയിന്റെ അമ്മ ഫോൺ വിളിച്ച് നീ എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ്, ഇന്ന് രാത്രി എത്തും എന്ന് പറയുമ്പോൾ അയൽപക്കത്തെ പയ്യൻ മരിച്ചുപോയി, അതുകൊണ്ടാണ് എപ്പോൾ വരുമെന്ന് ചോദിച്ചത് എന്ന് അമ്മ പറയുന്നു. അവൻ എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ വെള്ളത്തിനടുത്ത് കളിച്ചപ്പോൾ വഴുതി വീണതാണെന്ന് തോന്നുന്നു എന്ന് അമ്മ മറുപടി നൽകുന്നു. ആ പയ്യനും ഹീറോയിനും വളരെ അടുത്ത ബന്ധമായിരുന്നു. അനിയനെ പോലെയാണ് നോക്കിയിരുന്നത്. പെട്ടെന്ന് അവൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഹീറോയിന് താങ്ങാനായില്ല. കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിറങ്ങുന്നു. എന്നാൽ ഹീറോയിൻ എത്തുന്നത് വരെ കാത്തു നിൽക്കാതെ അവന്റെ മൃതദേഹം സംസ്കരിക്കുകയാണ്. കാരണം ഹീറോയിൻ എത്താൻ വൈകിയിരുന്നു. സങ്കടത്തോടെ വീട്ടിലെത്തി പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനായി പുറത്തു പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീ ഹീറോയിനോട് കുറച്ചുനാൾ മുൻപ് എന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തിരുന്നു, മോളുടെ ആപ്പ് ഉപയോഗിച്ചാണ് അത് കണ്ടുപിടിച്ച് സ്റ്റോപ്പ് ചെയ്തത്, വളരെ നന്ദി എന്ന് പറയുന്നു. എന്റെ ആപ്പോ എന്ന് ഹീറോയിൻ അത്ഭുതപ്പെടുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സ്കാം മെസ്സേജുകൾ തടയാനായി ഹീറോയിൻ ഒരു ആപ്പ് നിർമ്മിച്ചിരുന്നു. അത് തനിയെ ലോഞ്ച് ചെയ്യാൻ കഴിയില്ലെന്നതിനാൽ സ്വാധീനമുള്ള ഒരാളുടെ സഹായം തേടുന്നു. രാഷ്ട്രീയക്കാരനും പ്രൊഫസറുമായ ഒരാളെ കാണാൻ പോകുന്നു. അയാൾ പോലീസുകാരുമായി ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. സർ, ഞാൻ പറഞ്ഞ ആപ്പിന്റെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഐഡിയയും ആപ്പും വളരെ മികച്ചതാണ്, പക്ഷേ തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റിന്റെ സപ്പോർട്ടും ഡാറ്റാബേസും ഉണ്ടെങ്കിൽ മാത്രമേ വിജയിപ്പിക്കാനാകൂ. ആദ്യം ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ ചോദിക്കാം. പിന്നെ അച്ഛൻ ദുബായിൽ ജോലി ചെയ്തിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് പോലീസിൽ നിന്ന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിവെക്കൂ എന്ന് അയാൾ പറയുന്നു. കാര്യങ്ങൾ ശരിയല്ലെന്ന് മനസ്സിലാക്കി ഹീറോയിൻ അവിടെ നിന്നിറങ്ങുന്നു. രേഖകൾ ഒന്നും കൊടുക്കാതെയാണ് അവർ മടങ്ങുന്നത്. എന്നാൽ ഈ ആപ്പ് എങ്ങനെ പുറത്തിറങ്ങി എന്ന് ചിന്തിച്ച ഹീറോയിൻ ഇത് എന്റെ ആപ്പല്ല, ഗവൺമെന്റിന്റെ ആപ്പാണ് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞ് നടന്നു പോകുന്ന വഴിയിൽ ഒരു പാലം കാണുമ്പോൾ അവർക്ക് പഴയൊരു കാര്യം ഓർമ്മ വരുന്നു. ഹീറോയിൻ ഉണ്ടാക്കിയ ആപ്പ് അവർ ലോഞ്ച് ചെയ്തിരുന്നില്ല, ട്രയലിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. അനുമതിക്കായി അപേക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ മറ്റാരോ ആ ആപ്പ് ലോഞ്ച് ചെയ്തിരുന്നു. ഇത് കണ്ട് ഞെട്ടിയ അവർ മറ്റൊരു പ്രൊജക്ടിനായി ബാങ്കിൽ നിന്ന് എടുത്ത 25 ലക്ഷം രൂപ ലോൺ തുക ആരോ തട്ടിയെടുത്തതായി അറിയുന്നു. താൻ ഉണ്ടാക്കിയ ആപ്പ് ഉപയോഗിച്ചാണ് ആ പണം തട്ടിയെടുത്തിരിക്കുന്നത്. ഇത് കണ്ട് ഞെട്ടിയ ഹീറോയിൻ അനുമതിക്കായി രേഖകൾ നൽകിയ ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിക്കുമ്പോൾ നീ കൊടുത്തതും ഇതും ഒന്നാണ് എന്ന് അറിയില്ല, പ്രോസസ് നടക്കുകയാണ്, നോക്കാം എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് വിവരങ്ങൾ ചോദിക്കുന്നു. അച്ഛൻ ദുബായിലായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, നീ എവിടെയാണ് ജനിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മുംബൈയിൽ എന്ന് ഉത്തരം നൽകുന്നു. മുംബൈയിൽ നിന്ന് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുമ്പോൾ അച്ഛന് ദുബായിൽ ജോലി കിട്ടിയെന്നും ജോലി കഴിഞ്ഞ് വയസ്സായപ്പോൾ സ്വന്തം നാട്ടിൽ വന്ന് സെറ്റിലാകാൻ തീരുമാനിച്ചതാണെന്നും പറയുന്നു. സ്വത്തുക്കളെല്ലാം ഇവിടെയാണുള്ളത്. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിന്റെ പേരിൽ വ്യാജ ഐഡി ഉണ്ടാക്കി ആരോ സിം എടുത്ത് പണം തട്ടിയതാണ്, ആരാണെന്ന് കണ്ടുപിടിക്കാൻ സമയമെടുക്കും എന്ന് പോലീസ് പറയുന്നു. അത് എന്റെ സ്വന്തം പണമല്ല, ബാങ്ക് ലോൺ ആണ്, വേഗം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ഹീറോയിൻ ഫോൺ വെച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അച്ഛൻ എന്തോ ജോലി ചെയ്യുകയാണ്. അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അമ്മയോട് ദേഷ്യപ്പെട്ട് ആ ആപ്പ് എന്റെ അല്ല, ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് നാട്ടിൽ ആരോടും പറയരുത് എന്ന് പറയുമ്പോൾ നീ തന്നെയല്ലേ അത് നിന്റേതാണെന്ന് പറഞ്ഞത്, ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് അമ്മ ചോദിക്കുന്നു. ഹീറോയിൻ ഉള്ളിലേക്ക് പോയി മറ്റൊരു കാര്യം ഓർക്കുന്നു. ഹീറോയിന് ഒരു അനിയനുണ്ട്. അവൻ വന്ന് നീ ഉണ്ടാക്കിയ ആപ്പിനെ കുറിച്ച് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു, അവർ അത് ഉപയോഗിച്ച് പുറത്തിറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്നുള്ള വരുമാനത്തിൽ എനിക്കും നിനക്കും വിഹിതം കിട്ടും എന്ന് പറയുന്നു. നീ എന്തിനാണ് അവരോട് ഇതൊക്കെ പറയാൻ പോയത് എന്ന് ഹീറോയിൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു. എനിക്ക് ദുബായിൽ പോകാൻ അച്ഛനും നിങ്ങളും സഹായിക്കുന്നില്ല, ആരും എന്നെ സഹായിക്കുന്നില്ല എന്ന് അവൻ പരാതിപ്പെടുന്നു. ഞാൻ നിനക്ക് വേണ്ടിയാണ് ലോണിന് ശ്രമിക്കുന്നത്, പണം കിട്ടിയാൽ ദുബായിൽ പോകാം എന്ന് ഹീറോയിൻ പറയുമ്പോഴും അവൻ അത് കേൾക്കാതെ പോകുന്നു. ഇപ്പോൾ വീട്ടിൽ വെച്ച് അമ്മ കാപ്പി കൊടുക്കുമ്പോൾ അനിയൻ എവിടെ എന്ന് ഹീറോയിൻ ചോദിക്കുന്നു. അവൻ എവിടെയെങ്കിലും പോയതായിരിക്കും, വരും എന്ന് അമ്മ പറയുന്നു. അവൻ ഒരു ബാറിൽ കൂട്ടുകാരോടൊപ്പം മദ്യപിക്കുകയായിരുന്നു. വലിയ കുടിയനൊന്നും അല്ലെങ്കിലും നേരിയ രീതിയിൽ കഴിക്കുന്നുണ്ട്. ബില്ലടക്കാനായി കൂട്ടുകാരിൽ ഒരാൾ കാർഡ് കൊടുക്കുമ്പോൾ യാദൃശ്ചികമായി ആ കാർഡിൽ സ്വന്തം അച്ഛന്റെ പേര് എഴുതിയിരിക്കുന്നത് അവൻ കാണുന്നു. അത് കണ്ട് അവൻ ഞെട്ടുന്നു. അപ്പോഴേക്കും കൂട്ടുകാരൻ വന്ന് കാർഡ് വാങ്ങി ബില്ലടയ്ക്കുന്നു. അവൻ പേര് കണ്ടോ എന്ന് ആ കൂട്ടുകാരൻ സംശയിക്കുന്നു. സീൻ മാറി വീട്ടിൽ കാണിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ എവിടെ പോയി, വിളിച്ചിരുന്നോ എന്ന് അമ്മ ചോദിക്കുന്നു. വിളിച്ചിട്ട് എടുത്തില്ല, അവൻ വരും എന്ന് അച്ഛൻ പറയുന്നു.
കടം വാങ്ങി പണം കൊടുത്താൽ അവൻ ദുബായിൽ പോയി ഉണ്ടാക്കി തരുമെന്നാണോ വിചാരിക്കുന്നത്? അവൻ ഒരു അലവലാതിയാണോ? ഒന്നും ഉണ്ടാക്കില്ല. ഒടുവിൽ എന്റെ മകൾ മാത്രമാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് എന്ന് അമ്മ ദേഷ്യപ്പെടുന്നു. ഈ സമയം അനിയൻ വിളിക്കുന്നു. നിനക്കുള്ള പണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, കടം വാങ്ങിയിട്ടുണ്ട്, നീ ദുബായിൽ പോയിക്കോ, കറങ്ങി നടക്കരുത് എന്ന് അച്ഛൻ പറയുമ്പോൾ അവൻ ആ കാർഡിലേക്ക് നോക്കുകയായിരുന്നു. അടുത്തതായി ഹീറോയിൻ മറ്റൊരു പ്രൊഫസറെ കാണുന്നു. ആപ്പ് പുറത്തിറക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റിക്കപ്പെട്ടതിനാൽ മുൻപത്തെ ആളെ വിശ്വസിക്കാതെ പുതിയ വഴികൾ നോക്കുന്നു. ഈ പുതിയ പ്രൊഫസർ പറയുന്നത് ഇത് വലിയൊരു പ്രശ്നം പരിഹരിക്കുന്ന ആപ്പ് ആയതിനാൽ നേരിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. എനിക്കൊരു സെൻട്രൽ മിനിസ്റ്ററെ അറിയാം, അദ്ദേഹവുമായി വീഡിയോ കോൺഫറൻസ് ഏർപ്പാട് ചെയ്യാം എന്നാണ്. വീട്ടിൽ ഹീറോയിൻ ആ മീറ്റിംഗിനായി കാത്തിരിക്കുമ്പോൾ അച്ഛന്റെ കൂട്ടുകാരന്റെ മകൻ വരുന്നു. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എവിടെ പോയി എന്ന് അവൻ ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയുന്നു. അവൻ ഒരു ചെക്ക് കൊടുക്കാൻ വന്നതായിരുന്നു. ഹീറോയിൻ ചെക്ക് വാങ്ങിക്കൊടുത്ത് അവനെ അയക്കുന്നു. തുടർന്ന് മിനിസ്റ്ററുമായി വീഡിയോ കോൾ നടക്കുന്നു. ആപ്പിനെ കുറിച്ച് വിശദീകരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഹാക്കർമാർ ബാങ്ക് മെസ്സേജ് എന്ന വ്യാജേന ലിങ്കുകൾ അയച്ച് ആളുകളെ പറ്റിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ ആപ്പ് ഇത്തരം വ്യാജ മെസ്സേജുകളെ നിരീക്ഷിച്ച് ആ നമ്പർ അല്ലെങ്കിൽ സിസ്റ്റം മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യും. ഇതുവഴി വലിയ തട്ടിപ്പുകൾ തടയാനാകും എന്ന് ഹീറോയിൻ വിശദീകരിക്കുന്നു. കാര്യം കൊള്ളാം, ടീമുമായി സംസാരിച്ചിട്ട് പറയാം എന്ന് മിനിസ്റ്റർ പറയുന്നു. ടൗണിൽ വെച്ച് അച്ഛനെ ഈ താടിക്കാരൻ കാണുന്നു. പണം വാങ്ങാൻ പോകുകയാണെന്ന് അച്ഛൻ പറയുന്നു. കപ്പൽ നിർമ്മിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവർ പോകുന്നു. അവിടെയുള്ള സൂപ്പർവൈസറെ കാണുമ്പോൾ പണം റെഡിയാക്കാമെന്ന് പറയുന്നു. കൂടാതെ ആ കപ്പലിന്റെ പേറ്റന്റ് ഡിസൈൻ ചെയ്തത് ഹീറോയിൻ ആയതിനാൽ അവർക്ക് നൽകാനുള്ള 5 ലക്ഷം രൂപയും അച്ഛൻ ചോദിച്ച കടവും തരാമെന്ന് സമ്മതിക്കുന്നു. ആ താടിക്കാരൻ പണം വാങ്ങാൻ ഉള്ളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ 4 പേർ വന്ന് ആ പണം തട്ടിയെടുത്ത് ഓടുന്നു. അവൻ പുറകെ ഓടിയെങ്കിലും അവർ രക്ഷപ്പെടുന്നു. എന്തു പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ കൂട്ടുകാർ തൊപ്പി തട്ടിയെടുത്ത് ഓടിയതാണ്, പണം ഉടൻ തരാമെന്ന് പറഞ്ഞു എന്ന് അവൻ കള്ളം പറയുന്നു. ഫ്ലാഷ് ബാക്കിൽ ഹീറോയിൻ ഒരു ഹോട്ടൽ മുറിയിൽ കുടുങ്ങുന്നതും താടിക്കാരൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ അവർ ബഹളമുണ്ടാക്കി പുറത്തു പോകുന്നതും കാണിക്കുന്നു. ഇപ്പോൾ അനിയൻ നടന്നു വരുമ്പോൾ താടിക്കാരന്റെ കൂട്ടുകാരൻ വണ്ടിയിൽ വരുന്നു. അനിയന്റെ കൂട്ടുകാർ അവനെ ഉപയോഗിച്ച് പണം പദ്ധതിയിടുന്നത് താടിക്കാരന്റെ കൂട്ടുകാരൻ കേൾക്കുന്നു. അനിയനെ വഴിയിൽ ഇറക്കിവിട്ട ശേഷം അച്ഛൻ കൊടുത്തയച്ച പണവുമായി പോകുമ്പോൾ പണം കുറവാണെന്ന് അനിയൻ ശ്രദ്ധിക്കുന്നു. അവൻ താടിക്കാരന്റെ കൂട്ടുകാരനുമായി വഴക്കിടുന്നു. അപ്പോൾ അയാൾ പറയുന്നു, നിന്റെ കൂട്ടുകാർ നിന്നെ പറ്റിച്ച് അച്ഛന്റെ പണം തട്ടുകയാണ്, നിന്റെ ചേച്ചി ഇതിൽപ്പെട്ട് കഷ്ടപ്പെടുകയാണ്, ആ പണം തട്ടിയെടുത്തതും നിന്റെ കൂട്ടുകാരാണ്, ഞാൻ അവരോട് വഴക്കിട്ടാണ് ഈ പണമെങ്കിലും എടുത്തത്. അവൻ അത് വിശ്വസിക്കാതെ കൂട്ടുകാരെ വിളിക്കാൻ നോക്കുന്നു. ദുബായിൽ പോകാൻ 5 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സംഘടിപ്പിച്ചു നൽകിയ പണമായിരുന്നു അത്. അച്ഛന്റെ പേരിലുള്ള കാർഡിനെ കുറിച്ചും അവൻ ചിന്തിക്കുന്നു. വിഷമത്തോടെ അവൻ റോഡിൽ നിൽക്കുന്നു. വീട്ടിൽ അച്ഛനും താടിക്കാരനും മദ്യപിക്കുകയാണ്. മകനെങ്കിലും നന്നാവട്ടെ എന്ന് അച്ഛൻ പറയുന്നു. ഹീറോയിൻ പുറത്തു വന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത് അനിയന് കൊടുത്ത പണത്തോടൊപ്പം നൽകിയെന്ന് താടിക്കാരൻ പറയുന്നു. അനിയന്റെ കൂട്ടുകാർ മോശക്കാരാണെന്നും അച്ഛന്റെ ഒപ്പം വിരലടയാളവും വ്യാജമായി സംഘടിപ്പിച്ച ദുബായ് ക്രെഡിറ്റ് കാർഡ് വഴി വലിയ തട്ടിപ്പ് നടത്തുകയാണെന്നും അവൻ വെളിപ്പെടുത്തുന്നു. പഴയൊരു സംഭവം കാണിക്കുന്നു. അനിയന്റെ കൂട്ടുകാർ പുഴയുടെ അടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയ താടിക്കാരൻ അവരെ ഭീഷണിപ്പെടുത്തുന്നു. അപ്പോൾ അവർ ഒരു വ്യാജ വീഡിയോ കാണിക്കുന്നു. ഹീറോയിൻ ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നതും ഒരു കൂട്ടുകാരൻ അവിടെയുള്ളതുമായി എഡിറ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അത് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് അവർ പണം തട്ടിയിരുന്നത്. അച്ഛന്റെ കടം തടയാൻ തൽക്കാലം ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യ്, ബാക്കി ഞാൻ നോക്കാം എന്ന് താടിക്കാരൻ പറയുന്നു. അടുത്ത ദിവസം രാവിലെ അച്ഛനൊരു കത്ത് വരുന്നു. ദുബായ് ക്രെഡിറ്റ് കാർഡ് വഴി 4 കോടി രൂപ ചെലവാക്കിയിട്ടുണ്ടെന്നും അത് ഉടൻ അടച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്നും അതിലുണ്ടായിരുന്നു. അച്ഛൻ തകർന്നു പോകുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കിയ അനിയൻ അച്ഛനെ അഭിമുഖീകരിക്കാനാകാതെ വിഷമിക്കുന്നു. അവൻ ആത്മഹത്യ ചെയ്യാൻ പാലത്തിന് മുകളിൽ നിൽക്കുന്നു. ഹീറോയിനും കത്ത് ലഭിക്കുന്നു. 4 കോടിയുടെ കടം കണ്ട് അവൻ ഞെട്ടുന്നു. അച്ഛനെ വിളിച്ച് എനിക്ക് സെൻട്രൽ ഗവൺമെന്റിൽ RD വിഭാഗത്തിൽ ജോലി കിട്ടി, വേഗം വാ എന്ന് പറയുന്നു. ആത്മഹത്യക്ക് ശ്രമിക്കാൻ നിന്ന അച്ഛന്റെ മുന്നിൽ മരിച്ചുപോയ ആ ചെറിയ കുട്ടിയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട് മകനെ കാണിച്ചു കൊടുക്കുന്നു. അച്ഛനും മകനും കെട്ടിപ്പിടിച്ച് കരയുന്നു. അച്ഛൻ അവനെ ആശ്വസിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. അടുത്ത ദിവസം ഓണത്തിന് ലോട്ടറി ടിക്കറ്റ് എടുത്ത വേലക്കാരൻ വരുന്നു. അച്ഛൻ പത്രം എടുത്തു നോക്കുമ്പോൾ ആ ലോട്ടറിക്ക് 12 കോടി അടിച്ചതായി കാണുന്നു. ഹീറോയിന് കേന്ദ്ര ഗവൺമെന്റ് ജോലിയും ആപ്പ് ഉണ്ടാക്കിയതിന് അംഗീകാരം ലഭിച്ച വാർത്ത ഇംഗ്ലീഷ് പത്രത്തിൽ വരുന്നു. മരിച്ചുപോയ കുട്ടി അച്ഛന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പിറ്റേന്ന് ആ പഴയ പ്രൊഫസർ വന്ന് ഹീറോയിനെ കൊണ്ട് പെർമിഷൻ പേപ്പറിൽ ഒപ്പിടിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ താടിക്കാരൻ ആ പ്രൊഫസറുടെ മകനെയും കൂട്ടുകാരെയും പിടിച്ചു കൊണ്ടുവരുന്നു. അനിയന്റെ കൂട്ടുകാരനായ ആ മകനാണ് ഈ തട്ടിപ്പുകൾക്കെല്ലാം പിന്നിൽ എന്ന് വെളിപ്പെടുന്നു. അനുമതിയില്ലാതെ ആപ്പ് വിൽക്കാൻ ശ്രമിച്ചതിന് പ്രൊഫസറെയും തട്ടിപ്പ് നടത്തിയ കൂട്ടുകാരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഹീറോയിനും കുടുംബവും സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുകയാണ്. ഓണക്കളിയും നൃത്തവും നടക്കുമ്പോൾ ഹീറോയിൻ ഭക്തിയോടെ നൃത്തം ചെയ്യുകയും ആ ദൈവസങ്കല്പങ്ങൾ മാഞ്ഞു പോകുന്നതോടെ സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.